10ാം ക്ലാസ്സിലെ ബയോളജി ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ ക്ലാസ്സാണിത്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്. അപ്പോൾ മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലുമൊക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി പേജ് നമ്പർ 179 പരിസ്ഥിതി സംരക്ഷണത്തിന് സാങ്കേതിക വിദ്യാ സാധ്യതകൾ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ആവാസ വ്യവസ്ഥയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണത്തിന് ഉതകുന്ന നിരവധി ജീവശാസ്ത്ര സങ്കേതങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. ചുവടെ നൽകിയിട്ടുള്ള ചിത്രങ്ങളും വിവരങ്ങളും വിശകലനം ചെയ്ത് പരിസ്ഥിതി സംരക്ഷണത്തിന് സാങ്കേതിക വിദ്യകൾ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താം എന്നതിനെപ്പറ്റി കുറിപ്പ് തയ്യാറാക്കൂ. ഏറ്റവും ആദ്യം വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ അല്ലേ. വന്യമൃഗങ്ങളുടെ ചലനം, പെരുമാറ്റം, സ്ഥാനം എന്നിവ നിരീക്ഷിച്ച് സംരക്ഷണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ വന്യജീവി സംരക്ഷകരെയും ഗവേഷകരെയും സഹായിക്കുന്നു. അപ്പോൾ വന്യമൃഗങ്ങളുടെ മേത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ട്രാക്കിംഗ് സെൻസറുകളൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വന്യജീവി സംരക്ഷകർക്കും അതേപോലെ തന്നെ ഈ മൃഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകർക്കുമൊക്കെ വന്യമൃഗങ്ങളുടെ ചലനവും പെരുമാറ്റവും സ്ഥാനവും ഒക്കെ മനസ്സിലാക്കി ഏതൊക്കെ രീതിയിലാണ് അവരെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ആഗോള ജൈവ വൈവിധ്യ ഡാറ്റ സെൻസറുകളാണ്. ഉപഗ്രഹ റിമോട്ട് സെൻസിംഗ്, ശബ്ദ വിശകലനം, ക്യാമറ ട്രാപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യ. അത് കഴിഞ്ഞാൽ ക്രയോ പ്രിസർവേഷൻ, വളരെ താഴ്ന്ന താപനിലയിൽ, അതായത് -196°C പോലെയുള്ള അത്രയും താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയ. വൈദ്യശാസ്ത്രം, കൃഷി, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാല സംഭരണത്തിനായി ഇത് പ്രയോജനപ്പെടുത്തുന്നു. അത് കഴിഞ്ഞാൽ ബയോ റെമിഡിയേഷനാണ്. മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു. ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആധുനിക സങ്കേതങ്ങൾ മനസ്സിലാക്കിയല്ലോ. ജീവശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച മാനവരാശിയെ പുരോഗതിയുടെ പാതയിലൂടെ അതിവേഗം മുന്നേറാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിപത്രമെന്ന നിലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളും സംജാതമാകുന്നു. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കണ്ടുപിടിക്കപ്പെട്ട പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റിമറിച്ചിരുന്നു. എന്നാൽ ഇന്ന് മലിനീകരണത്തിന് പ്രധാന കാരണം പ്ലാസ്റ്റിക്കാണ്. അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയായ സമുദ്രത്തെ പോലും വീർപ്പുമുട്ടിക്കുന്നു. പ്ലാസ്റ്റിക് മലിനീകരണത്തോടൊപ്പം ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇന്ന് നാം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. സാങ്കേതിക വിദ്യകളെ ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമായിട്ട് അല്ലെങ്കിൽ നിലനിൽപ്പിന് അനുയോജ്യമായിട്ട് ഒന്നായി മാറുന്നത് അല്ലേ. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ച അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗുണത്തേക്കാളേറെ അത് ദോഷമാണ് ചെയ്യുക. അതിലൊന്നാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടുപിടുത്തമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് ഒത്തിരി മാറ്റങ്ങൾ മാനവരാശിയിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. ഒത്തിരി നമുക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഉപദ്രവങ്ങളും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഉപദ്രവമായി മാറുന്നത്? കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച്, നമ്മുടെ പസഫിക് സമുദ്രത്തിൽ പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞുകൂടി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, അതായത് നമ്മുടെ ഫ്രാൻസിൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രദേശം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറയുക. ഇത്തരത്തിലുള്ള ഗാർബേജ് പാച്ചുകൾ സമുദ്രത്തിൻ്റെ പല ഭാഗത്തും കാണാൻ സാധിക്കുമെങ്കിലും ഈ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറയുന്നത് ഒരു വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് അല്ലേ. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രാൻസിൻ്റെ 3 ഇരട്ടി, നമ്മുടെ ഇന്ത്യയുടെ പകുതിയോളം വരും. അത്രയും വലിയൊരു പ്രദേശം പ്ലാസ്റ്റിക്കിനാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് സമുദ്രത്തിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മാരകമായൊരു സിറ്റുവേഷനാണതെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും മനുഷ്യരുടെ കൂട്ടായ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി പോലുള്ള സമ്മേളനങ്ങളും പാരീസ് ഉടമ്പടി പോലുള്ള പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. അതിലൊന്നായ ദിനാചരണങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. ജൂൺ 5 ആചരിക്കുന്ന ലോക പരിസ്ഥിതി ദിനവും ജൂൺ 8 ആചരിക്കുന്ന ലോക സമുദ്ര ദിനവും ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അറിവും അവബോധവും സൃഷ്ടിക്കലാണ്.
ഈ വർഷം നടന്ന ഈ 2 ദിനാചരണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയാലോ? അതിൻ്റെ ഫോർമാറ്റ് ചുവടെ ചേർക്കുന്നു. അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കാനൊക്കെ പറയുന്നുണ്ട്, നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. വനത്തിൽ മൃഗങ്ങളെ പോലെ ജീവിച്ചിരുന്ന മാനവരാശിയുടെ വളർച്ചയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. അതിൻ്റെ ചാലക ശക്തികളിൽ പ്രധാനമായ മനുഷ്യ മസ്തിഷ്കത്തിൽ വിളഞ്ഞ ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീൻ എഡിറ്റിങ്ങിലും നിർമ്മിത ബുദ്ധിയിലും എത്തി നിൽക്കുന്നു. ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ ഈ പുസ്തകം തുടങ്ങിയത്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്ക് 2 മുഖങ്ങളുണ്ട്. മാനവരാശിയുടെ ക്ഷേമവും സുസ്ഥിതിയുമാണ് ആദ്യത്തേത്. എന്നാൽ ആർത്തിയോടെയും സ്വാർത്ഥതയോടെയും അതിനെ കൈകാര്യം ചെയ്താൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും എന്നതാണ് രണ്ടാമത്തേത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കുന്നതിനോടൊപ്പം പരിസ്ഥിതിക്കും മുഴുവൻ മനുഷ്യർക്കും ഗുണകരമാകുന്ന തരത്തിൽ അതിൻ്റെ ആസൂത്രണവും വിനിയോഗവും ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെ പഠിക്കണം? ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ ലോക പരിസ്ഥിതി ദിനവും ലോക സമുദ്ര ദിനവും എന്നാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബയോളജിയിൽ തന്നെ ഏറ്റവും എളുപ്പമായിട്ടുള്ള, ഏറ്റവും കുറച്ച് പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണ് ഈ ഒരു ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതെല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് മേടിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ വിലയിരുത്തൽ ഭാഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് പ്രത്യേകം പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിലയിരുത്തൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറയാം. ഓക്കെ.